ഏതൊരു തൊഴിൽ മേഖലയിലും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നത് നമ്മുടെ തൊഴിലിനെ എളുപ്പമാക്കുന്ന ഒരു ഘടകമാണ്. നമ്മുടെ തൊഴിൽ എളുപ്പമാകണമെന്നുണ്ട് എങ്കിൽ നമ്മുടെ ഏത് മേഖലയിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് കളക്ട് ചെയ്യുകയും അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെയുള്ളൊരു പ്രശ്നം, നമുക്കെല്ലാവർക്കും എങ്ങനെയാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇൻഫർമേഷൻ കറക്റ്റ് അതിൻ്റെ ക്രമത്തിൽ കളക്ട് ചെയ്തെടുത്താൽ നമുക്ക് ഏതൊരു കാര്യവും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതിനൊരു ചെറിയ ഒരു ടിപ്പ് പറഞ്ഞു തരാം. ഉദാഹരണത്തിന്, ഇവിടെ ഒരു ബോട്ടിലുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ബോട്ടിൽ, നമുക്കറിയാം നമ്മുടെ ഏതൊരു കാര്യവും നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു സംഭവം ആദ്യം ഉണ്ടാവണം, ഒരു വിഷയം ആദ്യം നമുക്ക് മുമ്പിൽ ഉണ്ടാകണം. അതിനെ നമ്മൾ കാണണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ കേൾക്കണം. അത് കഴിഞ്ഞ് എന്താണ്, നമ്മൾ കണ്ട വിഷയത്തിന് പിറകിലേക്ക് സഞ്ചരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അറിയുവാനും പുതിയ പുതിയ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ഏതൊരു മേഖലയിലാണോ നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ഈ ഒരു കുപ്പിയുണ്ട്, ഒരു ഉദാഹരണമാണ്, ഒരു ടിപ്പാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു കുപ്പിയുണ്ട് എന്ന് വിചാരിക്കുക. ഈ കുപ്പിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കുപ്പി ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മേശപ്പുറത്താണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പിതാവോ സഹോദരനോ ആരെങ്കിലും ആയിരിക്കാം ഇത് അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം ഈ കുപ്പി എവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ ഈ ബോട്ടിൽ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അവർ ഈ ബോട്ടിൽ കിട്ടിയ റീറ്റെയിലർ ഷോപ്പ് പറയും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരത് ഹോൾസെയിലറെ എന്നാണ് വാങ്ങിയതെന്ന് പറയും, അവരത് ഡിസ്ട്രിബ്യൂട്ടറെ എന്നാണ് വാങ്ങിയതെന്ന് പറയും, അവർക്ക് കിട്ടിയത് കമ്പനിയിൽ നിന്ന്, ഫാക്ടറിയിൽ നിന്നാണെന്ന് പറയും. അപ്പൊ നമുക്ക് അത് കിട്ടിയ വഴി നമുക്ക് മനസ്സിലായി. ഫാക്ടറിയിൽ നമുക്ക് അതിനെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അവർ നിർമ്മിച്ചത് എന്നുള്ളതും നമുക്ക് അവിടെ നിന്ന് അതിന്റെ ഇൻഫർമേഷൻ കിട്ടാം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ, അത് ഏത് കാര്യം നമ്മുടെ മുമ്പിലുണ്ടോ അത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണും. ആദ്യം നമ്മുടെ മുമ്പിൽ ഒരു കാര്യം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് അതിന്റെ പിന്നിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുക. അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അതെങ്ങനെ ഇവിടെ എത്തി എന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കുക. ഏതും അങ്ങനെയാണ്. നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കുന്ന ഒരു കാര്യത്തിന്റെയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതിന്റെ പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടി വരും. അപ്പൊ എന്തൊരു കാര്യവും ഇതുപോലെ ഒന്നുകിൽ കാണുക അല്ലെങ്കിൽ കേൾക്കുക, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കിട്ടിയതിന് ശേഷം നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി അന്വേഷിച്ചിറങ്ങാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ കുപ്പിയുടെ അവസ്ഥ. ഇത് നമുക്ക് ആദ്യം നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് റീറ്റെയിലറുടെ കയ്യിൽ നിന്നാണ് ആദ്യം അത് കിട്ടിയത്. പിന്നെ അത് കിട്ടിയത് ആരുടെ കയ്യിൽ നിന്നാണ്? ഹോൾസെയിലറുടെ കയ്യിൽ നിന്നാണ് അത് കിട്ടിയത്. പിന്നെയോ ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്നാണ് ഇത് കിട്ടിയത്. ലാസ്റ്റ് നമ്മൾ അത് രൂപകൽപ്പന ചെയ്തത് ഫാക്ടറിയാണ്, അഥവാ കമ്പനിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ കമ്പനി ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരുന്നു? ഈ ബോട്ടില് ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിലും ഹോൾസെയിലറുടെ കയ്യിലും റീറ്റെയിലറുടെ കയ്യിലും പിന്നെ നമ്മുടെ വീട്ടിലെ മേശപ്പുറത്തും ഇതുണ്ടാവൂല. അപ്പൊ നമ്മുടെ മുമ്പിൽ വേണം ഒരു കാര്യം, ആ മുമ്പിലുള്ള കാര്യത്തെ പിന്നിലോട്ട് അന്വേഷിക്കണം. അപ്പൊ അതിന്റെ യഥാർത്ഥ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. എങ്ങനെയാണ് നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചും പഠിക്കേണ്ടതെന്നുള്ളതിന്റെ അടിസ്ഥാനം ഇതാണ്. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് കാര്യവും നമുക്ക് പഠിച്ചെടുക്കുവാൻ സാധിക്കും.